ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും ശുഭസായാഹ്നം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ബ്ലറായി മാറുന്നുണ്ട്. യെസ്, ഇങ്ങനെ ഓക്കെ. സോ വെൽക്കം ഓൾ പ്രോഫിറ്റ് മേക്കേഴ്സ്. ഇന്നത്തെ ദിവസം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ജീവിതം എപ്പോഴും എന്താണ്, നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെയൊക്കെ സംബന്ധിച്ച്, ബിസിനസ്സുകാരെ സംബന്ധിച്ച് എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? വൈ ഡു യു മേക്ക് ബിസിനസ്? വൈ യു ആർ ഡൂയിങ് ബിസിനസ്? ലാഭം ഉണ്ടാക്കാനാണ് ബിസിനസ് ചെയ്യുന്നത്. എന്തൊക്കെ ലാഭങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്നത് രണ്ടാമത്തെ കാര്യം. ലാഭം, നോട്ട് ഓൺലി മണി, മേക്ക് പ്രോഫിറ്റ് ആണ് നമ്മുടെ കോൺസെപ്റ്റ്. അതുകൊണ്ട് ഈ മേക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നോട്ട് ഓൺലി മണി. ആദ്യം പറഞ്ഞ നമ്മൾ തുടങ്ങിയ ഒരു സബ്ജക്റ്റിലേക്ക് പോകാം. ഡു യു വാണ്ട് ബിക്കം എ ബിസി മാൻ ഓർ ഡു യു വാണ്ട് ബിക്കം എൻ ഹാപ്പി മാൻ? ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിസിയായ ഒരു ബിസിനസ്സുകാരനായിരിക്കണോ, സന്തോഷകരമായ ഒരു ബിസിനസ്സുകാരനായിരിക്കണം? മറുപടി ഇല്ലേ? ആർക്കും മറുപടി ഇല്ലേ? സന്തോഷകരമായിട്ടുള്ള ബിസിനസ്സുകാരനായിരിക്കണോ, അല്ല ബിസിയായ ബിസിനസ്സുകാരനായിരിക്കണം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളുടെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഇതാവും, നമുക്ക് സംസാരം ഇതാവും. ടൈപ്പ് ചെയ്യാം, നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് ഇത് ചെയ്യാം. അപ്പൊ രസമായിട്ട്. ഹാപ്പി മാൻ എന്ന് പറഞ്ഞ് അംഗീകരിച്ചില്ല. ഹാപ്പി വുമൺ ആണ് ഞാൻ, ഹാപ്പി മാൻ അല്ല ഞാൻ എന്ന് പറഞ്ഞ പോലെ. മാൻ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിന് മനുഷ്യനെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആണും പെണ്ണും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. സാറ് ആ മാനിനെ മാത്രമല്ലേ പറയുന്നുള്ളൂ എന്ന് പറയില്ല, അങ്ങനെയല്ല, മാൻ ആണ്. ഓക്കെ. നമുക്കെപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സന്തോഷകരമായി സമയം, ഇഷ്ടം പോലെ സമയം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ബിസി ആയിട്ട് കാശുണ്ടാക്കിയത് കൊണ്ടോ, ബിസിയായി പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കൊണ്ടോ, ബിസിയായി ജീവിച്ചത് കൊണ്ടോ നമുക്ക് എന്ത് ലഭിക്കില്ല? ലൈഫ് ലഭിക്കില്ല. ലൈഫ് ലഭിക്കണമെങ്കിൽ ഹാപ്പി ആയിരിക്കണം, സമയവും കിട്ടണം. നിലം തൊടാൻ സമയമില്ലാതെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും? ഒരർത്ഥവും ഇല്ല. കൂടുതലൊന്നും പറയണ്ട. ബിസി ആവണ്ടെന്നല്ല, നമ്മൾ അതിന്റെ സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് ലാഭം മണിയും ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ പ്രക്രിയ മാത്രമേ ഇവിടെ ഉള്ളൂ. ബിസിനസ് പോലെ വേറെ ഒന്നിനും പറ്റില്ല. മറ്റു ഒരു ജോലിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഓൺ ടൈം നമുക്ക് പോവാനും അതിനനുസരിച്ച് നമ്മുടെ ഓൺ ടൈം, നമ്മുടെ സ്വന്തം തീരുമാനത്തിനനുസരിച്ച് ലാഭം ഉണ്ടാക്കാനും സ്വന്തം തീരുമാനത്തിനനുസരിച്ച് അതിനെ വളർത്തിക്കൊണ്ടുപോകാനും കഴിയുന്നത് ഒരേ ഒരു സംഭവം ബിസിനസ്സാണ്. മറ്റൊന്നിനും പറ്റില്ല. മറ്റെല്ലാ ജോലിയിലും നമ്മൾ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സിസ്റ്റത്തിനോട് റിപ്പോർട്ട് ചെയ്യണം, സിസ്റ്റത്തിലൂടെ പോകണം. സിസ്റ്റത്തിലൂടെ ഇവിടെയും പോകണം, റിപ്പോർട്ടിങ് അല്ലെങ്കിൽ അതിന്റെ അപ്രൂവൽ, അങ്ങനെയുള്ള കുറെ ചടങ്ങുകളുണ്ട്. അപ്പോൾ ബിസിനസ്സുകാരന് വിഷയമില്ല. നമ്മുടെ ചിന്തകൾ നന്നാക്കി എടുത്താൽ നമുക്ക് നല്ലതായി പോകാം. നമ്മുടെ തോൽക്കാനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യും സഞ്ജു? തോൽക്കാനാണ് ഞാൻ ഉയർത്തെഴുന്നേക്കും. തോൽവിയിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേക്കും. അപ്പോ ഓക്കെ, ഞാൻ തോറ്റു, ഉയർത്തെഴുന്നേറ്റ്, വീണ്ടും തോറ്റു, വീണ്ടും ഉയർത്തെഴുന്നേറ്റ്, വീണ്ടും തോറ്റു, വീണ്ടും. അങ്ങനെയല്ല, അതൊരു കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. തോൽവിയിൽ ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞത് തോൽക്കാനല്ല, ഉയർത്തെഴുന്നേക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നമ്മൾ നിർത്തിയത്? അതിന്റെ കണ്ടിന്യൂഷനിൽ പോവാം അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു നിർത്തി? ആർക്കൊന്ന് ദേവി ഒന്ന് ഓർമ്മിപ്പിച്ചേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ എവിടെ എത്തിയത്? നമ്മള് ഏത് പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത്? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ഒരു മിനിറ്റ്, അൺമ്യൂട്ട് ചെയ്തേ. നൗ യു ക്യാൻ അൺമ്യൂട്ട്. ഇല്ല, പുസ്തകം നോക്കണം, ഇത് എവിടെ എന്താ എഴുതി വെച്ചെന്നൊരു പിടിയില്ല. ഓക്കെ, നെക്സ്റ്റ്. ഐ വിൽ പാസ്.
സിജി ഉം. സിജയ് സിജയ് നമ്മുടെ ബിനു. ബോഡി ലാംഗ്വേജ്, ഡിമെറിറ്റ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ആ, ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ് ലെവൽ. എന്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതോ? മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതിച്ചിട്ടുണ്ടായിരുന്നു സർ. കഴിവുകളും നമ്മുടെ പോരായ്മകളും എഴുതിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു സർ അത്. അതാണോ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത്? പ്രോഫിറ്റ് മേക്കിംഗ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ ഓഫ് ബിസിനസ് പ്രിൻസിപ്പിൾസ്. ഫണ്ടമെന്റൽ ഓഫ് ആ ബിസിനസ്. ഞാൻ പറയാം. ആ To know your business and competitor, be യാ. specific, less time and more energy. Where there is a quality, there is a price. Build a team and build an internal competitors. Develop a quality product. Set your goals. To know the principle of finance and accounting. Understand the organization structure. യാ. നോ യു പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. 8 പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? അതെ അതെ. 8 8 ഫണ്ടമെന്റൽ principle. ബിസിനസ് 8 ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞത്. യെസ്. പറഞ്ഞു. Every morning you should have monitor the bank account, understand the operational system. യാ. സിഞ്ചി ബിനു, ആർ യു ഗോട്ട് ഇൻ ദാറ്റ് വൺ? ഇതുണ്ടോ, Should എഴുതിയിട്ടുണ്ടോ? not have an emotional feeling in business. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ടേക്ക് വൺ ബൈ വൺ. അതൊക്കെ ചോദിക്കും ഞാൻ ഓരോ ആളോടും. ധന്യ, ഏതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്ന് പറഞ്ഞേ. ഇല്ല, ധന്യ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒന്നുകൂടി റിയൽ ചെയ്താൽ നമുക്ക് അടുത്തപ്പോ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് അറിയുക, അതിന്റെ കോമ്പറ്റീറ്ററിനെ അറിയുക, ടീമിനെ ഒന്നിച്ചു നിർത്തണം, നല്ല പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യണം, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്, സെറ്റ് യുവർ ഗോൾസ്, നമ്മുടെ പ്രോഡക്റ്റിനെ വിൽക്കാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കണം, അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് അക്കൗണ്ട്സിനെ കുറിച്ച് അറിവ് വേണം, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേഷൻ സിസ്റ്റം ഞങ്ങൾ അറിയണം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയിരുന്നല്ലോ എല്ലാവർക്കും? ഇതിന്റെ ഇമ്പോർട്ടൻസും അതിനകത്ത് ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായല്ലോ? ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ ബിസിനസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാലും, മനസ്സിലാവാത്തവരുണ്ട് ഇപ്പൊ ചോദിക്കണേ. ഇത് വീണ്ടും കറങ്ങി തിരിച്ചു വരും. അപ്പൊ വീണ്ടും അയ്യോ അത് എപ്പോഴാ പഠിപ്പിച്ചതെന്ന് ചോദിക്കരുത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുറഞ്ഞ സെയിൽസ് പോയി, മാർക്കറ്റിംഗ് പോയി, അക്കൗണ്ട്സ് പോയി, പർച്ചേസ് പോയി, ഇങ്ങനെ പറഞ്ഞു തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ വരും. അതുകൊണ്ട് വീണ്ടും പറയും. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കും, മറ്റൊരു രൂപത്തിൽ ഇതിനെ അവതരിപ്പിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോ ഇതെപ്പോഴാ ഇത് പറഞ്ഞത്, ഇങ്ങനെ കാര്യമുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ സുന്ദരന്മാരെ സുന്ദരിമാരെ കുറെ പേരുണ്ട്. ക്യാമറ ഓൺ ചെയ്യാവോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടത്ത് ഞാൻ വെളിച്ചത്തുമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സുഖമില്ലല്ലേ? സിബി സാറെ, വെറുതെ ഇത്ര നേരം നിങ്ങൾ ഇത്രയും സുന്ദരമായ മുഖം വെച്ചിട്ട് അവിടെ തൊപ്പി വെച്ച് നിൽക്കായിരുന്നല്ലേ? ഊണ് കഴിക്കാൻ പോയതാ. ഓ ശരി ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഇതിനകത്ത് എല്ലാം ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വീണ്ടും സെയിം സംഭവമാണ്. Again, the core fundamentals of business. The core fundamentals of business. ഒരു ബിസിനസ് നടത്തുന്നതിന്റെ കോർ ഫണ്ടമെന്റൽ എന്താണ്? ഞാൻ പറഞ്ഞ മറ്റു ബിസിനസ് സിസ്റ്റംസ് ആണ്. റവന്യൂ സിസ്റ്റം, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാണ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ആവുന്നത് വെച്ചാൽ, ബിസിനസിന്റെ ഒരു ബിസിനസ് ചെയ്യുന്നയാൾക്ക് ഉണ്ടായിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട 8 പ്രിൻസിപ്പിളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് ആണ്. അതായത് നമ്മൾ 4-5 ഫണ്ടമെന്റൽസ് പറയാം. ലാസ്റ്റ് എത്ര വരും ഞാൻ ഒരു മിനിറ്റ്, നമുക്ക് 4-5 ഫണ്ടമെന്റൽസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ എത്ര വരും കണ്ടറിയണം. കൃത്യമായിട്ട് ഓർമ്മയില്ല എത്ര എന്നുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. 8 1 2 3 ഞാൻ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് 1 2 3 4 5 5 ഫണ്ടമെന്റൽസ് ആണ്. 5 ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ യഥാർത്ഥത്തിലെ 5 ഫണ്ടമെന്റൽസ്. ഒന്ന് എന്തായിരിക്കും? ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നതിന് നമ്മൾ ഒന്നാമത്തെ ഫണ്ടമെന്റൽ എന്താണ്? ഒന്നാമത്തെ ആവശ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ആവശ്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അത് തന്നെ,
പറഞ്ഞു തന്നെയാണ്. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ ഇതിനകത്ത്. മണി. മണിയാ. പിന്നെ മാങ്ങ എടുത്തിട്ടാ ബിസിനസ് ചെയ്യുന്നത്, മണി എടുത്തിട്ട്. പ്രോഫിറ്റ്. മണിയാണ്, മഴ അടിസ്ഥാന മണിയാണ്. അത് വേണ്ട, അത് പറയണ്ട. എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, പ്രോഫിറ്റബിലിറ്റി ഒന്നാമത്തെ കാര്യം. ഫണ്ടമെന്റൽ ഓഫ് ബിസിനസിന്റെ ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റബിലിറ്റി ആണ്. രണ്ടാമത്തെ എന്താണ്? ഒന്നാമത്തെ പ്രോഫിറ്റബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്ത് ക്രിയേറ്റ് ചെയ്യാൻ, എന്ത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? പേഴ്സണൽ ഗ്രോത്ത്. ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും? നമ്മൾ ബിസിനസ് വളരുന്നതനുസരിച്ച് എന്തോ ഒരു സാധനം വളരും നമ്മളിൽ. കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ. ബിസിനസ് വളരുന്നതനുസരിച്ച് നമ്മുടെ എന്തോ ഒരു സാധനം വളരും. അതിന്റെ പേരെന്താണ്? കോൺഫിഡൻസ്. എനർജി അല്ല, അവിടെ വിട്ടേക്ക്, അത് മറ്റേ ക്ലാസ് ആണ്. അവിടെ വിട്ടേക്ക്. ഇവിടെ നമ്മള് നോർമലാ സംസാരിക്കും. കോൺഫിഡൻസ്. അല്ലല്ല, കോൺഫിഡൻസ് ഒക്കെ നമ്മൾ പേഴ്സണൽ അല്ലേ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. ഒരു കമ്പനിയാണ്, ഇപ്പൊ നമ്മൾ കമ്പനിയുടെ കാര്യം പറയണേ, ഒരു ബിസിനസിന്റെ ബ്രാൻഡിംഗ്. ഓക്കെ, ബ്രാൻഡിംഗിൽ എന്താ സംഭവിക്കുന്നത്? ബ്രാൻഡിംഗിൽ എന്താ കിട്ടുന്നത്? അസറ്റ്സ്. വി ബിൽഡ് അവർ അസറ്റ്സ്. ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസറ്റ് ക്രിയേഷൻസ് ആണ്. നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു മാർക്കറ്റ് ഷെയർ കൂട്ടുക എന്നൊക്കെ പറയുന്നത് അസറ്റ് ക്രിയേഷൻസ് ആണ്. ബിൽഡിംഗ് കൂടുതൽ എടുക്കുക, വണ്ടികൾ കൂടുതൽ വാങ്ങിക്കുക, ഇതൊക്കെ അസറ്റ് ക്രിയേഷൻ ആണ്. ബ്രാൻഡ് വാല്യൂ കൂട്ടുക എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ് ബ്രാൻഡിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോ പ്രോഫിറ്റബിലിറ്റി സെക്കൻഡ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് നമ്മൾ പറയുന്ന റവന്യൂ എന്ന് പറയുന്ന സാധനമാണ്. റവന്യൂ എന്താണ്? നമുക്ക് പൈസ വന്നും പോയിക്കൊണ്ടേയിരിക്കണം, ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കണം. വരുമാനം. യെസ്, വരുമാനം ഉണ്ടായിക്കൊണ്ട്. വരുമാനം ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കുറെ ബിൽഡിങ്ങുകൾ ഉണ്ട്, കുറെ ഗ്രോത്ത് ഉണ്ട്. നമുക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നില്ല. നമുക്ക് അസറ്റ്സുകൾ കുറെ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിൽ അത് ഡെഡ് അസറ്റ്സ് എന്ന് പറയും അതിന്. അപ്പോ അസറ്റ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ നിന്ന് റവന്യൂ ഉണ്ടാവണം. അപ്പോ ബിസിനസിന്റെ ഒന്ന് പ്രോഫിറ്റബിലിറ്റി, രണ്ടാമത്തത് അസറ്റ്സ്, മൂന്നാമത്തത് റവന്യൂ, നാലാമത്തത് നേരത്തെ പറഞ്ഞു ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഇനി ഒരു സാധനം കൂടി ബിസിനസ്സിൽ ഉണ്ടാവും. അതില്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല. അതിന്റെ പേരാണ്, അറിയോ? ഇതെല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇതില്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല. പക്ഷെ നമുക്ക് ആർക്കും അത് താല്പര്യമില്ല. അല്ല, ക്യാപിറ്റൽ അസറ്റിൽ വന്നു. ഇതിന്റെ പേരാണ് ലാബിലിറ്റീസ്. ലാബിലിറ്റി ഇല്ലാതെ ബിസിനസ് ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഉണ്ടാകണം. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ഉണ്ടാകുന്നതും ലാബിലിറ്റി ഉണ്ടാവുന്നതും ഒരേപോലെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നുള്ളത്. ഇത് വളരെ കൃത്യമായി. അപ്പൊ എത്ര പോയിന്റ്? 1, 2, 3, 4, 5 പോയിന്റ്. മലയാളം എന്ന് പറയാം. പ്രോഫിറ്റബിലിറ്റി ഇപ്പൊ പറഞ്ഞതിന്റെ മലയാളം എന്ന് പറയാം. കടബാധ്യത. ബാധ്യത അല്ലെ, കടബാധ്യത, ബാധ്യത. ബാധ്യതയില്ലാതെ ബിസിനസ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ് ഉണ്ടല്ലോ. ഈ 5 പോയിന്റ് താഴെ എഴുതൂ. പ്രോഫിറ്റബിലിറ്റി, റവന്യൂ, അസറ്റ്, ലാബിലിറ്റി, ഗ്രോത്ത് പൊട്ടൻഷ്യൽ താഴെ എഴുതൂ നിങ്ങളുടെ ബുക്കില്. എന്നിട്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ ഇന്ന് തന്നെ. ഇപ്പോൾ എന്റെ ബിസിനസ്സിൽ എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? ചോദ്യം നമ്പർ 1. സെക്കൻഡ്, ഇപ്പോൾ എന്റെ ബിസിനസ്സിൽ എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നത്, റവന്യൂ ഉണ്ട്? രണ്ടാമത്, എന്റെ ബിസിനസ്സിൽ എത്രയാണ് അസറ്റ് വാല്യൂ എത്രയുണ്ട്? മൂന്നാമത്തത്, അസറ്റ് വാല്യൂ കിട്ടുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത സാധനം മൊത്തം കണക്കൂട്ടി. ഞാൻ എത്ര രൂപയുടെ പർച്ചേസ് മേടിച്ചു, അതെന്റെ ഉണ്ട്. പക്ഷെ അതില്ലല്ലോ സാറേ, ആരൊക്കെ കൊണ്ടുപോയല്ലോ, അപ്പൊ അസറ്റും ഇല്ല അവിടെ, അല്ലേ? ലാബിലിറ്റി അല്ലല്ലോ, എനിക്ക് കിട്ടാനല്ലേ ഉള്ളത്. ലാബിലിറ്റി അല്ല, കൊടുക്കാനല്ല സാറേ ഉള്ളത്, കിട്ടാനല്ലേ ഉള്ളത്.
അസറ്റ്സ്, ലാബിലിറ്റി, കിട്ടാനുള്ളതൊക്കെ അസറ്റ്സിൽ പെടും കേട്ടോ. കിട്ടാനുള്ളതൊക്കെ അസറ്റ്സിൽ പെടും. കൊടുക്കാൻ എത്രയുണ്ട്, ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രോത്ത് എത്രയാണ്, എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഒരു ലാഭം കിട്ടിയല്ലേ, സമാധാനം പോയി, മനസമാധാനം പോയി. അപ്പൊ എന്റെ പ്രോഫിറ്റ് എന്താണ് സാർ, രഞ്ജു സാറെ? ബിസിനസ് നടത്തിയിട്ട് ഇപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് എന്താണ്? സമാധാനക്കേട്, ഉറക്കമില്ലായ്മ, അല്ലെ? ഇതല്ലേ ഏറ്റവും നല്ല ഹൈയസ്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പോ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണോ? ഓരോന്നുമായിട്ട് ഈ സാധനം നമുക്ക് കൂടുതൽ കൂടുതൽ വിശകലനം ചെയ്ത് പറഞ്ഞു തരണോ? എന്താണ് ഈ സംഭവം, ഇതിനുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ പറയണമെങ്കിൽ പറയണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കുന്ന വിഷയങ്ങളാണോ? സാർ ഇത് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കയ്യിരിപ്പുണ്ട്, അപ്പൊ അത് നമ്മൾ എങ്ങനെയാ അത് കൂട്ടണ്ട? അസറ്റ്സ് ആയിട്ടാണോ? പിന്നെ പ്രൊഡക്റ്റ് കയ്യിലുള്ള അസറ്റ് ആണല്ലോ അത്. ആ, സമാധാനം. ബിസിനസിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നുകൂടി പറയാൻ നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ, ലാഭക്ഷമത, വരുമാനം, ആസ്തികൾ, ബാധ്യത, വളർച്ചാ സാധ്യതകൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമാണ്, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ബിസിനസ് നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ബിസിനസിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അഥവാ ബാക്ക് ബോൺ ഓഫ് സക്സസ്ഫുൾ എന്റർപ്രൈസ് എന്ന് പറയും. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും ബാക്ക് ബോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ അതിന് എനിക്ക് ബിസിനസ് അല്ലല്ലോ, ഞാൻ ചെയ്യുന്നത് ഒരു സ്വയം തൊഴിലല്ലേ എന്ന് വെച്ചാൽ LICയോ അല്ലെങ്കിൽ എന്താ പറയാ ഡയറക്റ്റ് മാർക്കറ്റിങ്ങോ XYZ ആണ്. സോ അതിൽ എങ്ങനെയാണ് ഈ ആസ്തികളൊക്കെ വരുന്നത് എന്ന് ചോദിച്ചാൽ, അതിൽ ആസ്തികൾ ഉണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ? ഞാനൊരു LIC ഏജന്റ് ആണ്, എനിക്ക് എന്താണ് ആസ്തി? നിങ്ങൾക്കുമുണ്ട് ആസ്തി കേട്ടോ, അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ആസ്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ, ആ ഒരു ലൈസൻസ് നിങ്ങൾക്ക് അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? LIC ഏജന്റ് ആയ എല്ലാവർക്കും കൊണ്ട്, LIC ഏജന്റ് എല്ലാവർക്കും പ്രോഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് അവിടുത്തെ ഒരു മെമ്പർഷിപ്പ് ആണ് നിങ്ങളുടെ അസറ്റ്. അതിന്റെ വളർച്ചാ സാധ്യതകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് അതിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് നിങ്ങളുടെ വളർച്ചാ സാധ്യതകളാണ്. ലാഭം എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ തന്നെയാണ് നിങ്ങൾക്ക് ലാഭം. അപ്പൊ ഓരോ പ്രൊഡക്റ്റിനും ഓരോ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത്, അല്ലേ? അപ്പൊ അതിന്റെ ലാഭം എങ്ങനെ കൂടുതൽ കിട്ടുന്നു, ഏതൊക്കെ പ്രൊഡക്റ്റിൽ കൂടുതൽ കിട്ടുന്നു, അത് എങ്ങനെ കൃത്യമായി കൊടുക്കാൻ പറ്റുന്നു എന്നതാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പൊ വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലൂടെ എത്ര രൂപയുടെ കാശ് ട്രാൻസാക്ഷൻസ് ആൾക്കാർ നടത്തുന്നതാണ് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. ഇതിന് ബാധ്യതകൾ എന്താണ്? കമ്മിറ്റ്മെന്റ്. നിങ്ങൾ അവരോട് നൽകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളിലൂടെ ഒരാളെ ചേർത്താൽ, അല്ലെങ്കിൽ ബാധ്യത എന്ന് പറയുന്നത് ഒരു സലൂണുള്ള ആൾക്കാരുടെ ബാധ്യത എന്താണ്? ഒരാൾക്കൊരു മേക്കപ്പ് ചെയ്തു കൊടുത്താൽ അയാൾക്കത് ഗുണകരമായി മാറണം. ആ ഇട്ട പുട്ടി ഒരു കഴുകലിൽ പോകാൻ പാടില്ല. അവർക്ക് അത് നിന്ന് പോകണം എന്നുള്ള, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു പോകുന്നവരേക്ക് നിൽക്കണം എന്നുള്ള ബാധ്യത നമുക്കുണ്ട്, അല്ലേ? അത്രയും നല്ല ഫുൾ ഡേ നിൽക്കും. ഞാനൊന്ന് പറഞ്ഞതാ, ഫുൾ ഡേയോ 2 ദിവസമോ ഒരു ബാധ്യത നിങ്ങൾക്ക് അവിടെ ഉണ്ട്. വെറുതെ വേർക്ക് പൊലിച്ചു പോകാതെ നിന്ന് പോകേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുപോലെ മറ്റെല്ലാത്തിനും ഈ ബാധ്യത നമുക്ക്. ഇത്രയും ലളിതമാണ് ഈ സംഭവം. ഇതെപ്പോഴും ഓർക്കുക. വളർച്ചാ സാധ്യതകൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ആ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എത്ര കാര്യങ്ങൾ വളർത്താൻ പറ്റും എന്നുള്ള വളർച്ചാ സാധ്യതകളെ പറ്റി സദാ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ സാധ്യതകളുണ്ട്. ഫിലോമിനയ്ക്ക് മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റി എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴുള്ള ബിസിനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കുക, വളർച്ചാ സാധ്യതയെ പറ്റിയിട്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും എന്നതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ചിന്തിക്കാം, അല്ലെ? ജോസഫിന് പുതിയ ഐഡിയ വല്ലതും കിട്ടിയായിരുന്നു? എന്റെ കാറ്ററിംഗ് സമ്പ്രദായം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വളർച്ചാ സാധ്യതകളെ പറ്റിയിട്ട് ആലോചിക്കുക. ഇപ്പോൾ നിലവിലെ നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത്, ഒരാൾ ഭക്ഷണത്തെ ഓർഡർ ചെയ്താൽ അയാൾക്ക് കൃത്യമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അത് കഴിച്ചിട്ട് ആ പാത്രം തിരിച്ച് വീട്ടിലെത്തുന്ന വരെ നിങ്ങളിൽ ബാധ്യതയുണ്ട്, ഇത് മറക്കാതിരിക്കുക. ഇതൊക്കെയാണ് ബാധ്യതകൾ കേട്ടോ. ഞാൻ
ലളിതമായി പറഞ്ഞതാണ് വലിയ ബിസിനസ്സുകാർക്ക് വലിയ ബാധ്യതകൾ, ചെറിയവർക്ക് ചെറിയ ബാധ്യതകൾ. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പറയാം. ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഞങ്ങൾ അഡ്മിന്മാരുണ്ടല്ലേ, അഡ്മിന്മാരോടും പറയാം, നിങ്ങളുടെ ബിസിനസിന്റെ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്താൽ അവരെ കൃത്യമായി ആ കോഴ്സ് പഠിപ്പിച്ചെടുക്കുക, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അതാണ് നിങ്ങളുടെ ബാധ്യതയാണ്, മറക്കാതിരിക്കുക. നിങ്ങളോടും പറഞ്ഞു തരും. ഇത് പഠിപ്പിക്കുമ്പോൾ അവരിരിക്കുന്നുണ്ട്, അവർക്കും പറഞ്ഞു കൊടുക്കും അല്ലെ. എവിടെ പോയി? പ്രസിയുടെ കമ്മിറ്റ്മെന്റ് ഹിയർ. ഓക്കെ, മറ്റുള്ളവർക്ക് പണം ബാധ്യതയുള്ളവർക്ക് പണ ബാധ്യത ഏറ്റെടുക്കാം. ഓക്കെ, റൈറ്റ്. അതിന് കൂടുതൽ പറയണോ? പ്രോഫിറ്റബിലിറ്റി എന്താണെന്നറിയോ? The ability of a business to generate more revenue than expense over a time. അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കോൺസെപ്റ്റ്. ഒരാൾ പറഞ്ഞു, സാറേ ഞാനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഒരാളുടെ കൺസൾട്ട് വന്നതനുസരിച്ച് എത്ര രൂപ ലാഭം ഉണ്ടാകുന്നു? ലാഭമൊക്കെ ഉണ്ട് സാറേ, നല്ല ലാഭം വരുന്നുണ്ട്. എത്ര രൂപ ലാഭം ഉണ്ടാകും? ലാഭം ഒരു ദിവസം ഒരു 5,000 6,000 രൂപയൊക്കെ ലാഭം കിട്ടുന്നുണ്ട് എനിക്ക്. നല്ല ലാഭമാണ് സാറേ. പക്ഷെ എന്നിട്ട് എന്ത് നിങ്ങൾക്ക് ഇത്ര കടമായത്? അല്ല, അതറിയില്ല സാറേ, കടം എങ്ങനെ വന്നു എന്നറിയില്ല. എനിക്ക് ലാഭമൊക്കെ ഉണ്ട് കേട്ടോ സാധനം വിറ്റിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഒരു 100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കും? 100 രൂപയുടെ സാധനം ഞാൻ എന്താ 105 106 രൂപയ്ക്ക് വിറ്റ് കളയും. സന്തോഷമാണ്, അത് നല്ല ലാഭമാണ്. 105 106 രൂപക്ക്. അപ്പൊ നിങ്ങൾ എത്ര രൂപയുടെ കച്ചവടം ചെയ്യും ഒരു മാസം? ഒരു ദിവസം ഒരു 5,000 6,000 രൂപ കച്ചവടം ചെയ്യും. അപ്പൊ നിങ്ങളുടെ ലാഭം എത്ര? അല്ല, ലാഭമാണല്ലോ, 5,000 6,000 രൂപ ലാഭമുണ്ട് എനിക്ക്. അപ്പൊ ഞാനിരുന്ന് ആലോചിച്ചത്, ഇതെങ്ങനെ സാധ്യം? 5,000 6,000 രൂപ കച്ചവടം ചെയ്തു 5,000 6,000 രൂപ ലാഭം കിട്ടുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് ചെലവുണ്ട് ഒരു ദിവസം? എനിക്ക് വാടക മാത്രമായിട്ട് ഒരു മാസം 27,000 രൂപ കൊടുക്കണം. പിന്നെ 2 സ്റ്റാഫ് ഉണ്ട്, ഒരാൾക്ക് 15,000, മറ്റൊരാൾക്ക് 15,000 രൂപ കൊടുക്കണം, മറ്റൊരാൾക്ക് 10,000 രൂപ കൊടുക്കണം. അപ്പൊ 25,000 രൂപയായി. 25,000 27,000 എത്ര രൂപയായി? 27,000 പ്ലസ് 25,000 52,000. കറണ്ട് ബില്ല് എത്ര? 2,000, ഒരു 1,000 1,500 രൂപ കറണ്ട് ബില്ലും. ആവറേജ് കുട്ടിക്ക് 1,000 രൂപ കറണ്ട് ബില്ല്. 53,000 രൂപയായി. ഡിവൈഡഡ് ബൈ 24 ദിവസം തുറക്കും അല്ലെ? ഫുൾ ദിവസം തുറക്കില്ലല്ലോ. ഒരു ദിവസത്തെ ചെലവ് 2,208 രൂപ. കാൽക്കുലേഷൻ ആണ്. ബിസിനസ് ഇസ് ടോട്ടലി കാൽക്കുലേഷൻ. ഒരു ദിവസത്തെ ചെലവ് 2,208 രൂപ. നിങ്ങൾക്ക് അവർക്ക് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് കടയിലേക്ക് പോകണ്ടേ, കടയിൽ നിന്ന് തിരിച്ചെത്താനുമായിട്ട് ഒരു ദിവസം ഓട്ടോ കൂലി മാത്രം 35 രൂപ. അപ്പൊ പ്ലസ് 35. അവർക്ക് എന്തെങ്കിലും ചായയോ പച്ചവെള്ളം കുടിക്കണം. മറ്റുള്ളവരൊന്നും കൂട്ടിക്കഴിഞ്ഞാൽ കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല ആർക്കും. ഒരു ചായ ഇല്ല, ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വീട്ടിൽ നിന്നാ കൊണ്ടുപോകുന്ന പറഞ്ഞു. അന്ന് വിട്ടേക്ക്, അതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. എന്നാലും 2,243 രൂപ ഒരു ദിവസം ലാഭം വേണം. ഗൗരിയൊക്കെ ഉറക്കു വരുന്നല്ലേ ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ? കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കച്ചവടം ചെയ്യുമ്പോൾ ഭയങ്കര ഉറക്കം വരും. കാരണം കണക്ക് കൂട്ടാൻ നിൽക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടില്ല. 5,500 രൂപ കച്ചവടം ഉണ്ടായിക്കഴിഞ്ഞാൽ കച്ചവടം ആൾക്ക് 100 രൂപയുടെ സാധനം 106 രൂപക്കാ കൊടുക്കുന്നതെങ്കിൽ എത്ര രൂപ ലാഭം ഉണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങളെല്ലാം ബിസിനസ്സുകാരനെ, കാൽക്കുലേറ്റ് ചെയ്യും. 100 രൂപയുടെ സാധനം 106 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ കണക്ക് കൂട്ടും. അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട. 100 രൂപയുടെ സാധനം 106 രൂപയ്ക്ക് കൊടുത്താൽ 5,000 രൂപയ്ക്ക് സാധനം വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ ലാഭം ഉണ്ടാവും? കൂട്ടണോ? 300 രൂപയല്ലേ? എത്ര രൂപ കിട്ടും? 300 രൂപ കിട്ടും. ഒരു ആവറേജ് നമുക്കൊരു കണക്കിന് 500 കിട്ടിക്കും. വേണ്ട, നമുക്ക് 1,000 കിട്ടിക്കോ. ചില സ്ഥാനത്ത് നല്ല ലാഭം കിട്ടുന്നു, പറഞ്ഞേക്ക് വെറുതെ ആണെന്ന് കരുതിക്കും. 1,000 കിട്ടിക്കും. ബാക്കിയോ എന്താണ് ചെയ്യുന്ന വർക്ക്? 1,000 കുട്ടിക്കും. ഞാൻ 300 വിട്ട് 1,000 കുട്ടിക്കും. എന്നാലും പ്രശ്നമില്ല. 300 ഇവരെ കണക്കിൽ കിട്ടുള്ളൂ. എന്നാലും 1,000 കുട്ടിക്കും. എന്തിനാ ഈ പരിപാടി? ഇത് ആ വ്യക്തി മനസ്സിലാക്കി അന്ന്, ഇവിടെ ഇല്ലല്ലോ ക്ലാസ്സിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അന്ന് അതിനുശേഷം എല്ലാ ദിവസവും ഇരുന്ന് കണക്കൂട്ടി വൈകിട്ടാകുമ്പോ എനിക്ക് അയച്ചു തരും. സാറേ, ഇന്നത്തെ കച്ചവടം 16,800, എനിക്ക് കിട്ടിയ ലാഭം 1,850. 1,850 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 16,000 സ്ഥാനത്ത് സാധനം മേടിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ വേണ്ടി. പിറ്റേ ദിവസം ലാഭം ഇന്നത്തെ കച്ചവടം 16,000, ഇന്നത്തെ കച്ചവടം 15,000, ഇന്നത്തെ കച്ചവടം 12,000. ഇങ്ങനെ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടില്ല.
നമ്മുടെ ഓണാഘോഷത്തിന് സമയം, ഓണം, ക്രിസ്മസ് ഒക്കെ വന്നില്ലേ, ക്രിസ്മസ്, ന്യൂ ഇയർ ആയിട്ട് 25,000, 30,000, 35,000 രൂപ കച്ചവടം. 100 രൂപയുടെ സാധനം കൊടുക്കുന്നത് 126, 116, 118, 120, 125. ഇതിൽ കുറച്ച് സാധനം കൊടുക്കില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലായി സംഭവം ഞാൻ പറഞ്ഞത്? ഇത് എത്ര പേര് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഉണ്ടാവും അല്ലെ? ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഇല്ലാത്തവരാണെങ്കിൽ ചിന്തിക്കുക, എത്ര കച്ചവടം ചെയ്തു എന്നതിനേക്കാളും പ്രധാനം എത്ര ലാഭം കിട്ടി എന്നതാണ് എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ലാഭവും വേണം, കച്ചവടവും വേണം, രണ്ടും വേണം. നിങ്ങൾ പലരും ഇത് ചിന്തിക്കുന്നില്ല. ഒരു അല്ലെ, ചിന്തിക്കുന്നവരും ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പലരും അത് ശ്രദ്ധിക്കാത്തവരാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത്, ബിസിനസ്സിൽ തോറ്റുപോകുന്നത് എന്ന് അറിയുക. എപ്പോഴും പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് എ ബിസിനസ് ടു ജനറേറ്റ് മോർ റവന്യൂ ദാൻ എക്സ്പെൻസ്. എക്സ്പെൻസിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ ആദായം ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ പ്രോഫിറ്റ് ഉള്ള ബിസിനസ് മാത്രമായിരിക്കണം. അതുകൊണ്ട് ഓരോ അരിമണിയും എണ്ണിക്കളയണം, ഓരോ അരിമണി എണ്ണി വാങ്ങിക്കണം. അപ്പോഴാണ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുക. വനജാദേവി എള്ളുണ്ടയും നമ്മുടെ എന്താ പറയാ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ആ സാധനം എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? ഓക്കെ, ഞാൻ ആ 450 രൂപക്ക് വാങ്ങിച്ചു. അത് ഉണ്ടാക്കി എണ്ണയും പോയി ഗ്യാസും ചേർത്ത് കഴിഞ്ഞിട്ട് അത് വിറ്റപ്പോ എനിക്ക് 1,500 രൂപ കിട്ടിയെങ്കിൽ ഈ സാധനം മേടിച്ചതിന്റെ കൂടെ എന്റെ വർക്ക്, എന്റെ ഒരു ദിവസത്തെ കൂലി കൂട്ടണം, എന്റെ ഒരു ദിവസത്തെ, നിങ്ങളുടെ ഒരു ദിവസത്തെ കൂലി കൂട്ടണം, നിങ്ങളുടെ ഒരു ദിവസത്തെ ഗ്യാസിന്റെ പൈസ കൂട്ടണം, നിങ്ങൾ അന്ന് മേടിച്ച ആ സാധനം നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ ഉപയോഗിച്ച പാത്രത്തിന്റെ റെന്റ് കൂട്ടണം. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി എത്ര കിട്ടും? ജോസഫിനോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ഇതേ വിഷയമാണ്. എത്ര രൂപ കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതാണ് പ്രോഫിറ്റ്. ഇത്രയും സിമ്പിൾ ആണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് അല്ലെങ്കിൽ പാത്രങ്ങള്, എന്റെ ടൈം, ഇതൊക്കെ നമ്മൾ ഓപ്പറേഷണൽ കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ, ഇതൊക്കെ ഓപ്പറേഷൻ. ഈ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം അതിലൂടെ നമുക്ക് കസ്റ്റമർക്കുള്ള വില കൂട്ടാൻ നമ്മളെ കൊണ്ട് പെട്ടെന്ന് പറ്റില്ല. ലാഭം കൂട്ടണമെങ്കിൽ ഇതിലേക്ക് ശ്രദ്ധിക്കും. ഇത് പ്രോഫിറ്റ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ്. ഇപ്പൊ നോക്കാറുണ്ട്, ആദ്യം നോക്കിയിരുന്നില്ല. ആദ്യം ഇങ്ങനെ ചെയ്യുന്നല്ലാതെ ഇപ്പൊ ചെയ്യാറുണ്ട്. കറക്റ്റ് എല്ലാം നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ, ഈ സാറിന്റെ ക്ലാസ് മനസ്സിലായതിനു ശേഷം. റൈറ്റ്, അതാണല്ലോ നമുക്ക് ആവശ്യം. അതാണ് നമുക്ക് ആവശ്യമാണ്. റെഡ്യൂസ് ഹൈ മാർജിൻ പ്രൊഡക്റ്റ് ഓർ റെഡ്യൂസ് ഫോക്കസ് ഓൺ ഹൈ മാർജിൻ പ്രൊഡക്റ്റ്. ഏത് പ്രൊഡക്റ്റിലാണ് എനിക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. ഏത് കസ്റ്റമറാണ് എനിക്ക് കൂടുതൽ ലാഭം തരുന്നത് അതിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. ഞങ്ങൾ ബിസിനസ്സിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ കസ്റ്റമേഴ്സിനെ ABC എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും. A ക്ലാസ് കസ്റ്റമറെ ഫോക്കസ് ചെയ്യുന്നത് ഹൈ ടാലന്റ് ആയിട്ടുള്ള സെയിൽസ്മാൻ ആയിരിക്കും. കാരണം അവരറിയാം ഈ A ക്ലാസ് കസ്റ്റമർ വിട്ടുപോകില്ല, അവന് ഏറ്റവും പ്രോഫിറ്റ് ആയിട്ട് സാധനം കൊടുക്കും. A ക്ലാസ് കസ്റ്റമറെ നമുക്ക് ഹൈ പ്രോഫിറ്റബിൾ പോകുന്ന രീതിയിൽ ആ സംഭവത്തിൽ നിന്നാണ് നമ്മൾ എല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്. അവരാണ് നമ്മളെ ഒറിജിനൽ കസ്റ്റമർ. അവരെടുത്ത് പൈസ കുറച്ച് കൊടുക്കണം, അവർക്ക് നല്ല സർവീസ് കൊടുത്താൽ മതി. അവർ നിൽക്കും. നമ്മൾ നല്ല സർവീസാണ് അവർക്ക് ആവശ്യം. അപ്പൊ നല്ല സെയിൽസ്മാൻമാർ അതിലൊരു ഫോക്കസ് ചെയ്യിപ്പിക്കും. A കാറ്റഗറി കസ്റ്റമർ. B കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മുടെ ബാക്ക് ബോൺ. കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്താൽ പോരുന്ന B ക്ലാസ് കസ്റ്റമർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണിത്. നിങ്ങളുടെ കസ്റ്റമർ ഇപ്പൊ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാം ABC എന്ന് പറഞ്ഞിട്ട്. നല്ല പ്രോഫിറ്റ് തരുന്നവര്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫേഷ്യലിൽ വരുന്നവര്, അവർ നിങ്ങൾ A കസ്റ്റമറാണ്. എപ്പോഴെങ്കിലും ഒരു ശബ്ദത്തിൽ വരുന്നവര് C ക്ലാസ് കസ്റ്റമറാണ്. A ക്ലാസും B ക്ലാസും, A ക്ലാസ് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന മെയിൻ ആൾക്കാര്. B ക്ലാസ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ നിലനിൽപ്പിന്, ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിലനിൽപ്പിന് ആവശ്യമായ പ്രോഫിറ്റ് തരുന്ന
ആവറേജ് കസ്റ്റമർ. അവർക്ക് വലിയ കൂടുതൽ എടുക്കാനും പറ്റില്ല, എന്നാൽ അവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഈ കാറ്റഗറി ആൾക്കാർ ബി ക്ലാസ് കസ്റ്റമേഴ്സ്. ഇനി സി ക്ലാസ് കസ്റ്റമേഴ്സ് അറിയാമല്ലോ എന്താണ് സി എന്ന്. അത് തന്നെ, ഒരു ഗുണവുമില്ല. പക്ഷെ അവരില്ലെങ്കിലോ വിട്ടാൽ അവർ പ്രാഗി നടക്കുകയും ചെയ്യും. വിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് കാര്യമായിട്ട് വരും. എപ്പോഴും വരും, വന്നു കഴിഞ്ഞാൽ വലിയ വർത്താനം പറയും. അപ്പോ സി ക്ലാസ് കസ്റ്റമർ വേണം, പക്ഷെ അവരിൽ ശ്രദ്ധ കൊടുത്താൽ കഴിയില്ല. ആരെ കൊണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചാൽ മതി, എനിക്ക് ഒരു അറ്റൻഷൻ കൊടുത്താൽ മാത്രം മതിയോ. നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല, ആര് വന്നാലും ഒരേപോലെ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ചാൽ പറ്റൂല. ആരാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും, ആരാണോ നമുക്ക് ലെസ് പ്രോഫിറ്റ് ചെയ്യുന്നത് അവരിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കാൻ പറ്റുമോ? സാധിക്കില്ല. ബിസിനസ്സിൽ അങ്ങനെ പറ്റുകയില്ല. ഇത് കാറ്റഗറി ചെയ്യുക, അവരാണ് നമുക്ക് കൂടുതൽ ഇത് നൽകുന്നത്, ലാഭം നൽകുന്നത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ റവന്യൂ, രണ്ടാമത്തെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, രണ്ടാമത്തെ റവന്യൂ. എങ്ങനെയാണ് റവന്യൂ നമ്മൾ കൂട്ടുന്നത്? ടോട്ടൽ ഇൻകം, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ടോട്ടൽ ഇൻകം എത്രയാണോ അതാണ് നമ്മുടെ റവന്യൂ. എത്ര വോളിയം ബിസിനസ് നമ്മൾ ചെയ്യുന്നു അത് മൊത്തം റവന്യൂ ആണ്. അതിൽ എത്ര രൂപയുടെ സാധനമായി, എത്ര കോസ്റ്റ് ഉണ്ട്, എത്ര സർവീസ്, ഇതൊന്നും നോക്കണ്ട. ടോട്ടൽ ചെയ്യുന്ന ബിസിനസ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. അത് കൂടിക്കഴിഞ്ഞും ഒബ്വിയസ്ലി ആയിട്ട് പ്രോഫിറ്റ് കൂടുമല്ലോ. അപ്പൊ റവന്യൂ കൂട്ടിയാൽ പ്രോഫിറ്റും കൂടും. അപ്പൊ നമ്മൾ പ്രോഫിറ്റിന് ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രോഫിറ്റ് മൈൻഡിൽ കൃത്യമായി സെറ്റ് ചെയ്യുകയും റവന്യൂവിൽ അഥവാ സെയിൽസിൽ അല്ലെങ്കിൽ സർവീസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പ്രോഫിറ്റ് കൂടും. അല്ലാതെ പ്രോഫിറ്റിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കേണ്ടത് റവന്യൂലാണ്. എത്ര രൂപ നമുക്ക് ഈ വർഷം ചെയ്യാൻ പറ്റും, ഈ വർഷം ഈ മാസത്തെ എന്റെ കച്ചവടം എത്രയാണ്, ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ സെറ്റ് ചെയ്യണം, ഓരോ ദിവസവും അതിനെപ്പറ്റി പറയണം. റവന്യൂ സെർവ് ആസ് എ പ്രൈമറി ഇൻഡിക്കേറ്റർ ഓഫ് എ ബിസിനസ് ഏർണിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഏർണിങ്ങിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് റവന്യൂ കൂട്ടാം? റവന്യൂ കൂട്ടണമെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കണം? റവന്യൂ കൂട്ടണമെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ റേഞ്ച് കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് റവന്യൂ കൂടും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ കുറച്ചും കൂടി വൈഡർ ആക്കേണ്ടി വരും. ഇപ്പോൾ ചെയ്യുന്ന സർവീസ് വൈഡ് ആക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഏജൻസി നിങ്ങൾ ചെയ്യുന്ന ആ ചുറ്റുപാടിൽ മാത്രമേ നിങ്ങൾ അറിയപ്പെടുന്നുവെങ്കിൽ അടുത്ത തലങ്ങളിലേക്ക് അതിനെ എത്തിക്കാനുള്ള വഴികൾ ആലോചിക്കണം. അപ്പോൾ റവന്യൂ കൂടും. നിങ്ങളുള്ള പ്രൊഡക്റ്റ് ഇപ്പൊ 2 പ്രൊഡക്റ്റ് ആണെങ്കിൽ 10 പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ റവന്യൂ കൂടും. എക്സ്പാൻഡ് യുവർ സെയിൽസ് ചാനൽസിനെ കൂട്ടേണ്ടി വരും. നിലവിലുള്ള സെയിൽസ് ചാനൽസ് അല്ലാതെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇത് ഓരോ ബിസിനസ്സിനനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്ത് പഠിപ്പിക്കാം കേട്ടോ. ഓരോ ആളുടെയും ബിസിനസ്സിന് നമ്മളിത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിപ്പിക്കാം. ആദ്യം ഈ ഫണ്ടമെന്റൽ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കസ്റ്റമേഴ്സിന് ഗിഫ്റ്റുകളും അല്ലെങ്കിൽ ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ സാധനം മേടിക്കാൻ പ്രേരിപ്പിക്കാം. പിന്നെന്താണ് മറ്റു കാര്യങ്ങള്? നമ്മുടെ പ്രൊഡക്ഷൻസ് കൂട്ടുക, അല്ലെങ്കിൽ ആൾക്കാരോടുള്ള സപ്പോർട്ട് കൂട്ടുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ റവന്യൂ കൂട്ടാനായിട്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം പറഞ്ഞാൽ പോരെ? കുറെ കഴിയുമ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ ഒന്നിച്ച് നടക്കുന്നല്ലേ? ഒന്നിച്ച് കൊടുത്താൽ നിൽക്കില്ലേ സാധനം? കാരണം ഇതെല്ലാം ആകെ ഓൾറെഡി ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകളാണ് എല്ലാം. ക്ലിയർ ആയിട്ടോ ഇത്രയും ഞാൻ പറഞ്ഞ പോയിന്റുകൾ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ആദ്യത്തെ നോക്കട്ടെ. ആര് പറയുമ്പോൾ എഴുതി വെച്ച പോയിന്റുകൾ ഒന്ന് പറഞ്ഞേ. അനു മോൻസി പറഞ്ഞേ, ഏതൊക്കെ പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്? എന്ത് മനസ്സിലായി ഇപ്പൊ പറഞ്ഞതിനകത്ത്? അഞ്ച് പോയിന്റ് പറഞ്ഞു. കോർ 5 ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ്. പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമ്മള് ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകണം നമുക്ക്. എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതായത് നമ്മൾ ബിസിനസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. എന്താണ് ലക്ഷ്യം? അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം.
അതെ. അതാണ് അതിന്റെ പോയിന്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യം ആണ് റവന്യൂ വരുന്നത്. ഉം. അല്ലെ ഞാൻ അനു എന്താ ബിസിനസ് ചെയ്യുന്നത്? എന്തോ എന്ത് ബിസിനസ് അനു ചെയ്യുന്നത്? ഞാൻ ക്ലോത്തിങ് ബിസിനസ്, ഓൺലൈൻ ബിസിനസ്. എന്തിനാ ചെയ്യുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അതിപ്പോ വന്നിട്ടല്ലേ, ഇതിനു മുമ്പ് എന്തിനാ ചെയ്യുന്നത്? എങ്ങനെയാ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ? ഇതിപ്പോ ഇവിടെ വന്നപ്പോഴല്ലേ? ഇതിനു മുമ്പ് എന്തിനാ ഇത് ചെയ്തത്? അതിന് അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ല, ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛാ, ഞാൻ ചെയ്തോണ്ടിരുന്നത് ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു സാർ. ഓക്കെ, ശരി. ലിസി എന്ത് ബിസിനസ് ചെയ്യുന്നത്? ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ പിന്നെ ഇതിന് ഈ പോയിന്റ് ഒക്കെ കണക്റ്റഡ് ആണോ നിങ്ങളെ ബിസിനസ്? നമ്മള് അതിലും ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണല്ലോ. അത് കൂടുതൽ സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കണം, അപ്പം തന്നെ നമുക്ക് വരുമാനം വേണം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക അതിനകത്ത്? അതെ, ഞങ്ങള് സൊസൈറ്റി ഓരോ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന ബിസിനസ് അല്ല, ഓരോരുത്തരെ കൊണ്ടും അവിടെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് അതിന് പറയുന്ന പേരെന്താ? കമ്മീഷൻ നമുക്ക് കിട്ടും. അല്ല, ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് ആ പോയിന്റ് ഇവിടെ ഏത് പോയിന്റാ? ഇവിടെ റവന്യൂ വരത്തില്ലേ സാർ? യെസ്, റവന്യൂ. അപ്പൊ റവന്യൂ കൂട്ടിയാൽ, റവന്യൂ കൂട്ടണം എന്ത് ചെയ്യണം? കൂടുതൽ ബിസിനസ് ചെയ്യണം, ആൾക്കാരെ കണ്ട് നമ്മുടെ ബിസിനസ് സൊസൈറ്റിയുടെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, ഇനി ഒരു ചോദ്യം. നിങ്ങൾ എല്ലാവരും പ്രോഫിറ്റ് മേക്കേഴ്സ് ആണല്ലോ? ആർ യു അഗ്രി വിത്ത് ദാറ്റ്? യെസ് സാർ. എല്ലാവരും പ്രോഫിറ്റ് മേക്കേഴ്സ് ആണല്ലോ. എന്നാൽ ഒരു ചോദ്യം, നിങ്ങൾക്ക് എത്ര പേര് ഈ പ്രോഫിറ്റ് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എത്ര പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്? ബുക്ക് ചെയ്തവരിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇതുപോലെ ഇവിടെ ഉള്ള ടെക്നിക്ക് നേരിട്ട് കണ്ട് നമുക്ക് പഠിക്കണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരാൻ രണ്ടുപേരേ ഉള്ളൂ, അല്ലേ? ഇതാണോ ബിസിനസ്? നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് വരാൻ പറ്റും. ജോസഫെ, വേണമെങ്കിൽ ഒന്ന് കയറിക്കോ, ട്രെയിനിലെ ഇരിക്കാം. രണ്ടുപേരോ? ഈ രണ്ടുപേരാണോ പ്രോഫിറ്റ് മേക്കേഴ്സ്? ശ്രമിക്കൂ. കാരണം എന്താ അറിയോ, നിങ്ങൾ ഒരു കാര്യമുണ്ട്, ബിസിനസ് നമ്മൾ ഒരു തമാശക്ക് തുടങ്ങിയ ക്ലാസ് അല്ല ഈ ബിസിനസിന്റെ. വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. കാരണം എനിക്കൊരു പ്രത്യേക ബിസിനസിനകത്ത് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഒരു നല്ലൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കണം എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ബിസിനസ് ക്ലാസ്സുകളെല്ലാം അപ്പർ ലെവൽ പീപ്പിൾസിന് ഇവിടെ അവൈലബിൾ ആണ്. ഹൈ എമൗണ്ട് പേ ചെയ്യുന്ന 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം പേ ചെയ്തിട്ട് സാധാരണക്കാരന് ആക്സസബിൾ അല്ല, പറ്റാത്ത രീതിയിലുള്ള ബിസിനസ് ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ എത്തിയവർക്കാണ്, അത്രയും പൈസ ഉണ്ടാക്കിയവർക്കുള്ള കാര്യങ്ങളാണ്. അവർ ഓൾറെഡി പ്രൂവ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ പഠിച്ചിട്ട് അടുത്ത തലങ്ങളിൽ പോവുകയാണ്. അപ്പോൾ ബേസിലുള്ള ആൾക്കാരെ ആര് കൊണ്ടുവരും? ഒരു സാധാരണ ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവരെ ആര് കൊണ്ടുവരും? ഇതാണ് എന്റെ പ്രൈം മോട്ടീവ്. സാധാരണ ഇതിൽ ആൾക്കാർക്കും ചെയ്യണം, ഇവിടെ ബിസിനസ് ചെയ്യണം, അവർക്ക് ചെയ്യാൻ പറ്റും. പഠിച്ചാൽ ആർക്കും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യണമെങ്കിൽ ഏറ്റവും ചെറിയ പൈസയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും, ഏറ്റവും ചെറിയ ഇതിൽ അത് പഠിക്കാനും പറ്റണം. 1.5 ലക്ഷവും 1 ലക്ഷവും കൊടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ക്ലാസ്സിന് പോകാൻ പറ്റുമോ? ഇപ്പോൾ പോസിബിൾ ആണോ നിങ്ങളെ സംബന്ധിച്ച്? ഞാൻ ആകെ ചാർജ് ചെയ്യുന്ന 6000 രൂപയാണ്. അതും ഒരു ദിവസത്തെ അവിടുത്തെ ഹോട്ടലിൽ എല്ലാ ചെലവും അടക്കം. എത്ര കിട്ടും എനിക്ക്? 6000 രൂപ ഞാൻ ചെലവാക്കി. അവിടുത്തെ ചെലവ് വെച്ച് എനിക്ക് എത്ര രൂപ കിട്ടും? എനിക്ക് ഇവിടെ നിന്ന് UAE നിന്ന് തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ, ഒരാൾക്ക് വരണമെങ്കിൽ 60,000 രൂപ ടിക്കറ്റ് ചാർജ് മാത്രമുണ്ട്. 6000 രൂപയാണ് 10 ആളുടെ പൈസ, ടിക്കറ്റ് ചാർജ് മാത്രമായല്ലോ. എന്നിട്ട് ഞാൻ ആ പരിപാടി ചെയ്യാൻ വേണ്ടി വരുന്നത് എന്തിനായിരിക്കും? എനിക്ക് പ്രോഫിറ്റ് ആണോ എന്റെ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ പ്രോഫിറ്റ് ആണോ എന്റെ പ്രധാന കാര്യം, അല്ല മറ്റാണോ? കൊച്ചി പ്രോഗ്രാമിൽ 120 ആൾക്കാരുണ്ടായിരുന്നു, 5000 രൂപ വാങ്ങിച്ചു. കോഴിക്കോട് പ്രോഗ്രാം 150 ആൾക്കാരുണ്ടായിരുന്നു,
5000 രൂപ വാങ്ങിച്ചു. തിരുവനന്തപുരം കുറച്ച് എക്സ്പെൻസീവ് കൂടുതലാണ്. മറ്റെല്ലാ ഹോട്ടൽസിനും തിരുവനന്തപുരത്ത് കൂടുതലാണ്, ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് 6000 രൂപ. നിങ്ങൾക്ക് ബിസിനസ്സുകാരോട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ലേ? മണി ഉണ്ടാക്കാവുന്ന കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് ബിസി ഉള്ളവരുണ്ട്, എല്ലാവരും ബിസിയാണ്. പക്ഷെ നമുക്ക് ആവശ്യമാണ്, നിങ്ങൾക്കിത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനൊരു ക്ലാസ് നമുക്ക് പറ്റും, ഇനിയും പറ്റും, പറ്റില്ല എന്നല്ല. പക്ഷെ ഇത് ഓരോ ക്ലാസ്സുകൾക്ക് അത്രയും മൂല്യം ഉണ്ടാവില്ല. ഇനി ഒരു സ്ഥലത്ത് പഠിപ്പിച്ചാൽ ഞാൻ മറ്റേ സ്ഥലത്ത് പഠിപ്പിക്കാറില്ല. അത് കൊച്ചിയിലും തിരുവനന്തപുരത്തും വന്നവർക്കറിയാം, കൊച്ചിയിലും കോഴിക്കോട് വന്നവർക്കറിയാം. ഒരു സ്ഥലത്ത് പഠിപ്പിച്ചല്ല ഞാൻ മറ്റു രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അത് ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, പിന്നെ ഒരു സ്ഥലത്തും ആ ക്ലാസ് എടുക്കും. അതുകൊണ്ട് മിസ്സാക്കരുത്. ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ 10 പേര് വന്നാലും 50 പേര് വന്നാലും എന്റെ ചെലവ് സെയിം ആണ്. അവിടെ കൂടുതൽ ആൾക്കാർ വന്നാൽ ഹോട്ടലിൽ കൂടുതൽ പൈസ കൊടുക്കണം, കുറച്ച് ആൾക്കാർ വന്നാൽ ഹോട്ടലിൽ കുറച്ച് പൈസ കൊടുക്കണം. എന്റെ പേഴ്സണൽ ചെലവ് സെയിം ആണ്, എനിക്ക് മാറില്ല. അപ്പൊ മാക്സിമം ഈ ബെനിഫിറ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് വേണോ? ബിസിനസ്സുകാരനാണ്, ഞങ്ങൾക്ക് ഒരു പ്രിവിലേജ് വേണം സാറേ, ബിസിനസ്സിൽ ഞങ്ങൾ ബിസിനസ്സുകാരാണ്, പ്രിവിലേജ് വേണം, അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പറയൂ, ഞങ്ങൾക്ക് ഒരു പ്രിവിലേജ് വേണം, മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഐ എം റെഡി. മറ്റെന്തെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണോ? അല്ലെ മറ്റെന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് വേണോ ബിസിനസ് ചെയ്യാനുള്ള? അത് ഞാൻ തരാം. ബിസിനസ് ഐഡിയ ഉണ്ട് നമ്മളിൽ. നിങ്ങളിപ്പോ നിലവിലെ ബിസിനസ്സിൽ ആഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ വേണം, പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് അത്രയും വളരെ കൃത്യമായിട്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് മറ്റു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് വരാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പറ്റുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ, എല്ലാവർക്കും പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത്രയും ഈ എമൗണ്ടിനൊന്നും നിങ്ങൾക്ക് എവിടെയും ഉണ്ടാക്കിയെടുക്കാൻ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മണിയെ പറ്റി തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, പ്രോഫിറ്റിനെ പറ്റി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക, വരാൻ ശ്രമിക്കുക, ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ്, താങ്ക് യു. അപ്പോ ഞാൻ എത്രയേ പറയുള്ളൂ, എന്റെ ക്ലാസ്സിനെ പറ്റി ഞാൻ ഇത്രയേ പറയാറുള്ളൂ. കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ്, ഞാൻ വരുവിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്കില്ലാത്തതുകൊണ്ടാണ്. സാർ എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. സാർ ഞാൻ ബിസിനസ് സ്റ്റക്കായി തന്നെയായിരുന്നു. ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു ക്ലയൻറ്റ് വന്നത്. പുള്ളിക്കാരത്തി വന്നു. അപ്പം നാളെ തൊട്ട് ഞാനാണ് ആളിന് ഫോളോ അപ്പും കാര്യങ്ങളും, എൻ്റെ ഫസ്റ്റ് ഒരാളാണ് ഞാൻ ഫോളോ അപ്പ് കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാര്യം എൻ്റെ സീനിയേഴ്സിനെ ബിലീവ് ചെയ്യാതെ ഞാൻ തന്നെ കൊണ്ടുപോകണം എന്നൊരു മനസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് സാറിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. നാളെ തൊട്ട് അത് ഞാൻ ചെയ്യുവാണ്. ബ്ലെസ്സിങ്സ് ഉണ്ടാവണം സാർ. കാര്യം ഞാൻ ഇനി ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സീനിയേഴ്സിനോട് പറയുമ്പോൾ അവർ പല ടെൻഷൻസിനിടയ്ക്ക് നമുക്ക് അപ്പോൾ അത് ഇപ്പൊ ഞാൻ അവരോടൊന്നും പറയണൊന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് എടുക്കേണ്ട സ്റ്റെപ്പ് ഞാൻ തന്നെ എടുക്കും എന്ന തീരുമാനം എടുത്തു. എന്നിട്ട് ഞാൻ അപ്ലൈൻ കോച്ചസുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്ത് എങ്ങനെയാ വേണ്ടതെന്ന്. എൻ്റെ തൊട്ട് സീനിയറിനെ വിട്ടിട്ട് അപ്ലൈൻ മുമ്പോട്ടുള്ളവരുമായിട്ട് ലീഡേഴ്സുമായിട്ട് ഞാൻ കണക്ഷൻ വെച്ചിട്ട് ഫോളോ ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് എനിക്ക് കറക്റ്റ് ട്രാക്കിൽ അവരെ കൊണ്ടുവന്നാൽ എനിക്ക് തീർച്ചയായിട്ടും റെഫറൽസിനെ കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. ആ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ വേറെ റൂട്ടിൽ കൂടെ എനിക്ക് എന്തായാലും എൻ്റെ ഒരു ക്ലാരിറ്റി പിക്ചർ വരുന്നുണ്ട്. എവിടെയോ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ ക്ലാസ് ആണെങ്കിലും ഈ ലൈഫ് മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ്. കാര്യം എനിക്ക് പേഴ്സണലി അറിയാം, ബിസിനസ് ട്രെയിനിങ്സ് 3 ദിവസത്തേക്ക് 2.5 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന ബിസിനസ് ട്രെയിനേഴ്സിനെ എനിക്കറിയാം. അപ്പം ഞാൻ വളരെ സങ്കടപ്പെട്ട ഒരാളാണ്. എനിക്കും ബിസിനസ് ട്രെയിനിങ് വേണം, പക്ഷെ ഈ ഒരു എമൗണ്ട് എന്നെ കൊണ്ട് അഫോർഡബിൾ അല്ല. എന്നുവെച്ചാൽ 2.5 ലക്ഷം രൂപ ഇറ്റ്സ് നോട്ട് സ്മോൾ തിങ് ഫോർ മീ ജസ്റ്റ് നൗ. പക്ഷെ അപ്പൊ ഞാൻ ഒരുപാട് എന്നെ ഇത് ചെയ്തു, എനിക്ക് അപ്ഗ്രേഡ് ആവണം. അപ്പോഴാണ് ഈ ഒരു ചാൻസ് കിട്ടിയത്. സോ ഞാൻ എല്ലാവരോടും പറയുന്നു, ഇതൊരു ഭയങ്കര ഡയമണ്ട് ഓപ്പർച്യൂണിറ്റിയാണ്. ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ, ആസ് എ ലേഡി എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ, എൻ്റെ ഫാമിലിയിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഐ എം ഗോയിങ് ടു ദിസ് പ്ലേസ് ആൻഡ് ഓൾ, ബട്ട് ഐ നോ ഐ എം ഗോയിങ് ടു ദ സേഫ് പ്ലേസ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ആർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ വെൽ വിഷ്. താങ്ക് യു സർ ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഐ റിയലി ഓപ്പൺ ഫോർ യുവർ റൈറ്റ്. ദേവിയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേക, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പറഞ്ഞ ഷീമോളിൽ ഞാൻ കണ്ട അതേ പ്രത്യേകതയാണ് ദേവിയിൽ കണ്ടത്. അതുപോലെ തന്നെ ഗിരിജയിൽ കാണുന്നത് സെയിം. ഞാൻ ഓപ്പണായി പറയാം, മറ്റുള്ളവർ എനിക്ക് കൂടുതൽ പറയാം. ഞാൻ കണ്ട ഒരു കാര്യം, വളരെ യു ആർ ഡെഡിക്കേറ്റഡ്, യു ആർ ഹോണസ്റ്റ് ഇൻ ദാറ്റ്. സോ യു 100% you will be success in that. Don't worry, stay there, focus on your customer
100% you will be success. Now write it down. This is your first order, what you got it. Believe in the same month, you will get the second order. താങ്ക് യു സർ, Take it താങ്ക് from യു, me. താങ്ക് യു. ഷീമോളിൽ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടാവും. കാരണം സെയിം സ്റ്റേജിലൂടെ കടന്നു പോയ ആളാണ്. കഴിഞ്ഞ മാസത്തെ നമ്മുടെ സക്സസ് അൺമ്യൂട്ട് ചെയ്തു. എന്തെങ്കിലും ദേവി സെയിം ആണ്, നിങ്ങളുടെ സെയിം ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്. അയ്യോ, അതെ സാർ, ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സെയിം പോലെ എനിക്ക് ടച്ച് ചെയ്തത്. ഞാൻ കാണുന്നില്ലല്ലോ ആളെ. നിങ്ങൾ എനിക്കും അതേ കോൺസെപ്റ്റിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് സാർ. യെസ്, അതേ മാഡം ഇപ്പൊ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ സീനിയർമാരിനെ ആരിനെയും നോക്കാതെ മേലെയുള്ള ലീഡേഴ്സിനെ ആ ഒരു രീതിയിൽ ചെയ്ത് എനിക്ക് അവിടെ ഇതാവാൻ പറ്റാതെ അതേ മാഡം ഇപ്പൊ പറഞ്ഞ അതേ ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന ആളാണ് ഞാൻ. just അതേപോലെ be തന്നെ on സാർ focus. I will tell you only one thing. Stay focused. Don't go for any distraction. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ തന്നെ നിൽക്കുക. റിസൾട്ടുകൾ ഇങ്ങനെ അബൻഡൻസ് ആയി വന്നുകൊണ്ടേയിരിക്കും. ഹോണസ്റ്റ് ആയിരിക്കുക. നോ ഹോണസ്റ്റ്, അവിടെ ഹോണസ്റ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത അവർക്ക് റിസൾട്ട് ഉണ്ട്. ബട്ട് ടേക്ക് ഇറ്റ് വൺ തിങ്, ഇമോഷൻസിൽ ആഡ് ചെയ്യല്ല. അവിടെ ഇമോഷൻ ആഡ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവുന്നത് ഇമോഷനിലല്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ചെയ്യാതെ ആൾക്കാർക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്തോളൂ. യു വിൽ ബി സക്സസ്. താങ്ക് യു സർ. റൈറ്റ്, കൃത്യമായിട്ട് ഈ വിജയം എല്ലാവർക്കും സാധ്യമാണ്, ഓരോ ആൾക്കും സാധ്യമാണ്. ഇപ്പൊ അതേ തന്നെയല്ലേ അനുമോസിൻ ചെയ്യുന്ന പറഞ്ഞ സെയിം തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞ ബിസിനസ് അല്ലെ, ഇതിന്റെ നമ്മുടെ എന്താ പറയാ ഗാർമെന്റ്സ് അല്ലെ, സെയിം ആണ്. അവിടെയും സെയിം തന്നെയാണ്. ജസ്റ്റ് ഈ ഫോക്കസ് ഓൺ എ കസ്റ്റമർ, ഡെലിവർ ഇറ്റ് ഗുഡ് പ്രൊഡക്റ്റ്, ടേക്ക് യുവർ മണി, ഡെവലപ്പ് ഇറ്റ്. ഇതെല്ലാവർക്കും സാധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നത് 10-75 പേര് പേയ്മെന്റ് ചെയ്തിട്ട് 45 പേരെ ക്ലാസ്സിൽ കയറി. ഫ്രൈഡേ സൺഡേ ആയിട്ട് പോലും ഞാൻ എല്ലാവരും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ആൾക്കാർക്ക് വരാൻ ശ്രമിക്കണം. എങ്ങനെയായാലും ഒരു 6000 രൂപ എങ്ങനെയായാലും നിങ്ങൾ സാഹചര്യം ഉണ്ടെങ്കിൽ 100% സെക്യൂർ ആണ്. അവിടെ സ്ഥലവും സൗകര്യം. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അവിടുത്തെ SIയുടെ എല്ലാ അവരുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എന്ത് കാര്യത്തിലും റൂമും സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് പറഞ്ഞോളൂ. വളരെ സെക്യൂർ ആയിട്ട് തരിക. നിങ്ങൾ രാവിലെ എത്താൻ പറ്റുന്നത് രാവിലെ എത്തിയാലും മതി. അവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് വളരെ സെക്യൂർ ആയിട്ട് അത്രയും നിങ്ങളെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് വന്നാൽ മതി. അത്രയും കണക്ഷൻ സെക്യൂർ ആയിട്ട് മാത്രം വന്നാൽ മതി. എന്നിട്ട് വരിക. നമ്മളെല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ അഡ്മിന്മാരെ നിങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ച് വളരെ സെക്യൂർ ആയി വന്നത്. അതുകൊണ്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു ഹോട്ടൽ എടുത്തതും അവിടെ എല്ലാ സൗകര്യം. ഇപ്പൊ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ആശയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അവിടെ കാലങ്ങളായിട്ട് പരിചയമുള്ളതാണ്. എല്ലാ സൗകര്യ കാര്യങ്ങളായിട്ട് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ടീമും നമ്മുടെ എല്ലാവരും പരസ്പരം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വെറുതെ ഒരു തട്ടിക്കൂട്ടുന്ന ക്ലാസ് അല്ല നമ്മൾ, ഇതൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അപ്പൊ എല്ലാവരും വരണം. ബീന മാമിനെയും കണക്ട് ചെയ്യാം. ബീന ഫസ്റ്റ് കണക്ട് ആയിട്ട് ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ആവുക. ബിസിനസ് ഉള്ളവരൊക്കെ നിങ്ങൾ പരസ്പരം കണക്ട് ആവാൻ നോക്കണേ. കാരണം വെച്ചാൽ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന കുറെ ആൾക്കാർ പരസ്പരം ഉണ്ട്. ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, LIC ഏജൻസി ചെയ്യുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം പരസ്പരം കണക്ട്. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നിങ്ങൾ ബലം പിടിച്ച് ഞാനിവിടെ പറഞ്ഞു വന്ന് കേട്ടിട്ട് ഇങ്ങനെ പോകുന്നതല്ല. പക്ഷെ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ആവരുത്. വിളിക്കുമ്പോൾ ബെനിഫിറ്റ് എടുക്കാനായിട്ട് വിളിക്കുന്നവരുണ്ടാവും, ശ്രദ്ധിക്കണം. ബെനിഫിറ്റ് എടുക്കാനായിട്ട് മിസ്യൂസ് ചെയ്യാനായിട്ട് വിളിക്കുന്നവരുണ്ടാവും, ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോഴും അറിഞ്ഞ് ബോധത്തോടു കൂടി വേണം സംസാരിക്കാനായിട്ട്. ഇതെല്ലാം ഒരു ഇതിൽ വരുമ്പോൾ പല ടൈപ്പ് ആൾക്കാരായിരിക്കും. സോ ബിവെയർ അബൌട്ട് എവ്രി വൺ. ഇതില്ലാതെ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. പിന്നെ ഞാൻ ഒരാൾ പറഞ്ഞ ഇത് കേട്ടില്ലേ, സാറിന്റെ ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് വിളിച്ചു, ഫ്രീ വന്നോളൂ എന്ന് പറയുന്നു, എന്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞു, തിരിച്ചു വിളിച്ചു. മിസ്യൂസ് ചെയ്യുന്ന ഒരേ ആൾക്കാരുണ്ടാവും. നിങ്ങൾ വീട്ടിൽ ആൾക്കാരുണ്ടോ, നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ, ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. അതിന് നമുക്കൊന്നും ചെയ്യാൻ ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോ ആളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോട് വേണം കാര്യങ്ങൾ പറയാൻ. എല്ലാവരോടും എല്ലാ കാര്യവും പറയരുത്. സാർ ആരെയും നേരിട്ട് വിളിക്കില്ല. നമ്മുടെ അഡ്മിൻ ആരോടും സീക്രട്ട് കാര്യം ചോദിക്കാനും വിളിക്കില്ല, അങ്ങോട്ട് വിളിക്കില്ല. നമ്മൾ ചിലപ്പോൾ വിളിക്കുന്ന കോഴ്സ് വേണമെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ടാവും. പക്ഷെ ഫ്രീ ആയിട്ടുള്ള കോഴ്സിന് ചോദിക്കാനും വിളിക്കില്ല. നമ്മൾ ഒരു കോഴ്സും ഈ ക്ലാസ് ഇങ്ങനെയുള്ള ക്ലാസ് അല്ല, ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തോളൂ, അങ്ങനെ ആവശ്യം നമുക്കില്ല. അതൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പൊ എല്ലാവരും വരണം എന്നാണ് പറയുന്നത്. കുട്ടികളെയും കൂട്ടി വരാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അഡ്മിൻസ് എല്ലാം അഡ്മിൻ നമുക്ക് 3 പേരിൽ 3 ലേഡീസ് ആണ്. പിന്നെ
ഒരു ആൺതരി എന്ന് പറഞ്ഞത് ഞാൻ മാത്രമാണ്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കില്ല വരണോന്ന്, ഇതിന്റെ ക്ലാസ്സിൽ വരുമെന്ന്. അതിന് ഒന്നാമത് സമയമില്ല. പിന്നെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ആരാണ്. അറിയാത്തവരുണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് വെച്ച് കാണാം. നെക്സ്റ്റ് ക്ലാസ് സൺഡേ തിരുവനന്തപുരത്ത് അതേ ക്ലാസ്സിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യാനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എത്രയൊക്കെ ക്ലാസ്സിനെ പറ്റി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വിൽക്കാനൊന്നും എനിക്കറിയില്ല. ഞാനത് സെയിലായിട്ട് ഉപയോഗിക്കാറുമില്ല. അല്ലെങ്കിൽ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നിങ്ങളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നിങ്ങളുടെയാണ് ആവശ്യം. ഉയരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 6000 രൂപ മുടക്കിയിട്ട് ഒരു. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നേരെ നമ്മൾ ചക്രവർത്തി ശേഷം പോവാം. മതിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ചോദിക്കണം കേട്ടോ. ബിസിനസിന്റെ ക്ലാസ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ എല്ലാവരും. താങ്ക് യു. ഇന്ന് സംസാരിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ? എന്റെ ചെയ്യട്ടെ. താങ്ക് യു സർ. താങ്ക് യു.